ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക്കരികിലേക്ക് എത്തിയ സന്ദീപിനോട് അവന്തിക പറഞ്ഞു, നിന്റെ ചേട്ടൻ ഇപ്പോ കണ്ണി കണ്ട പെണ്ണുങ്ങളെയെല്ലാം കയറി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്തൊരു മോശം സ്വഭാവമാണ് അവനിപ്പോൾ കാഴ്ചവെക്കുന്നത്. കണ്ണിൽ കാണുന്ന സ്ത്രീകളെയെല്ലാം കയറി പിടിച്ച് ഒരു മോശമായ വൃത്തികെട്ട രീതിയിലാണ് അവന്റെ ജീവിതം ഇപ്പോൾ എന്നറിയിച്ചപ്പോൾ സന്ദീപ് പറഞ്ഞു, ഇപ്പോൾ അയാൾ എൻ്റെ ചേട്ടനാണെന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേട് തോന്നുകയാണെന്ന് സന്ദീപ് പറയുമ്പോൾ അവിടെ ക്ഷേത്രത്തിലെത്തി ആ ഗോകുലിന്റെ വൈഫിനെ വരെ കയറി പിടിച്ചു. ഇത്രയും മോശം സ്വഭാവമാണ് അവനുള്ളതെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്ന് അവന്തിക കളവ് പറയുമ്പോൾ എല്ലാം കേട്ട സന്ധ്യ പറഞ്ഞു, ഏട്ടത്തി എനിക്ക് അയാളെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാനിപ്പോൾ വന്നത് തന്നെ ഇന്ന് ദുബായിൽ നിന്ന് വരുന്ന ക്ലയൻറ്റിൻ്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിൽ ഏട്ടത്തി പങ്കെടുക്കണമെന്ന് പറയാനാണ് ഞാൻ എത്തിയതെന്ന് അറിയിച്ചപ്പോൾ അവന്തിക പറഞ്ഞു, എനിക്കിന്ന് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നീ തന്നെ അവരെ ഡീൽ ചെയ്താൽ മതി. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കമ്പനി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ഇനി നീ നേരിട്ട് ഇടപെടണമെന്ന് അറിയിച്ചു. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന സന്ദീപിനെ നോക്കി ചിരിച്ചുകൊണ്ട് മൂർത്തിയും അവധിയോട് ചോദിച്ചു, അല്ല മേഡത്തിൻ്റെ നീക്കം എന്താണ്? ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ കൈക്കൊള്ളുമ്പോൾ അതിൽ പ്രധാനമായി എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്താണ് മേഡം ഉദ്ദേശിക്കുന്നത്? എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. മേഡം ഇങ്ങനെ ഒരു തീരുമാനം കയ്യിലെടുക്കുമ്പോൾ, ഇങ്ങനെ ഒരു തീരുമാനത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു കാര്യം മാത്രം എനിക്ക് ഉറപ്പ് പറയണം, എനിക്കറിയണം. മേഡം എന്തുകൊണ്ടാണ് അവനോട് ഇങ്ങനെ ഒരു സംസാരം പറഞ്ഞത്? മേഡത്തിൻ്റെ മനസ്സിൽ എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ എന്നറിയിച്ചപ്പോൾ അവന്തിക പറഞ്ഞു, തീർച്ചയായിട്ടും മൂർത്തി, ദുരുദ്ദേശമുണ്ട്. കാരണം ഇനി നമുക്ക് സച്ചിയെ കൊല്ലാനായി മൂർത്തി കഷ്ടപ്പെടണമെന്നില്ല. ചേട്ടനെ അനുജ തന്നെ ഇല്ലാതാക്കിക്കോളും. അതിനുവേണ്ട വഴികളൊക്കെ എനിക്കറിയാമെന്ന് അവന്തിക മൂർത്തിയോട് അറിയിച്ചു. അതിനുശേഷം കാണുന്നത് നവീൻ തനിച്ചിരുന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നവീൻ്റെ അരികിലേക്ക് ഗാഥ എത്തുകയാണ്. ഗാഥ അടുത്തേക്ക് വരുമ്പോഴേക്കും നവീൻ ഫോൺ സംസാരിച്ചിരിക്കുന്നത് നവീൻ എന്ന് വിളിച്ച് ഗാഥ പുഞ്ചിരിച്ച് അരികിലേക്ക് ചെന്നപ്പോൾ, എന്താ ഗാഥ എന്ന് നവീൻ അന്വേഷിച്ചു. ഉടനെ ഗാഥ ചോദിച്ചു, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്ന് അന്വേഷിച്ചതും, ഏയ് വേണ്ട, ഇപ്പോൾ എനിക്കതിന് താല്പര്യമില്ല എന്നായിരുന്നു നവീൻ്റെ മറുപടി. ഉടനെ ഗാഥ പറഞ്ഞു, അല്ലെങ്കിലും നവീൻ ഇങ്ങനെയാണ്, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നവീൻ അതിന് സാധിക്കില്ല. ശരി, ഫിലിമിന് പോകണ്ട, ഇപ്പോൾ നവീൻ്റെ കാര്യം ചെയ്യുന്ന പറഞ്ഞ് അപ്പുറത്ത് പൂത്തു നിൽക്കുന്ന ആ റോസ് ചെടിയിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, എന്നോടുള്ള സ്നേഹം നവീൻ ഇപ്പോൾ പ്രകടിപ്പിക്കാൻ കഴിയുമെന്നെങ്കിൽ അതിൽ നിന്നൊരു റോസാപ്പൂ തീർത്ത് എന്നെ മുടിയിലൊന്ന് ചൂടിത്തരണം. എന്താ പറ്റുമോ എന്ന് ചോദിച്ചു. ഇതെന്താ എൻ്റെ സ്നേഹം അളക്കാനാണോ താനിപ്പോൾ ഇങ്ങനെ ഓരോ ടാസ്ക് ഒക്കെ തരുന്നത് എന്ന് നവീൻ അന്വേഷിച്ചതും, പറ്റുമോ നവീൻ എന്നായിരുന്നു ഗാഥയുടെ ചോദ്യം. ശരി, എന്തായാലും ഗാഥയുടെ ആവശ്യമല്ലേ ഇതിപ്പോൾ തെളിയിക്കുക എന്നത് എൻ്റെ ആവശ്യവും, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് നവീൻ വേഗം ആ റോസാപ്പൂ തീർക്കാനായിട്ട് പോയി. ഈ സമയത്ത് നവീൻ റോസാപ്പൂ തീർക്കാൻ പോകുമ്പോൾ മുന്നിൽ ഗാഥയുടെ കൺമുന്നിൽ ഒരു സർപ്പം വന്ന് നിൽക്കുകയാണ്. അത് പത്തി വിടർത്തി ഗാഥയെ തന്നെ പിടികൂടാനായി ഗാഥയെ തന്നെ പിടികൂടാൻ ഗാഥയുടെ പിന്നാലെ വരുന്നത് പോലെ കണ്ടതും ഗാഥ ഭയന്ന് വിറച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഈ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഓട്ടോ സ്റ്റാൻഡിലേക്ക് രണ്ടുപേർ വന്നെത്തി. അവിടെ നിന്ന് മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഓട്ടോ ഡ്രൈവറുടെ അരികിലേക്ക് എത്തിയിട്ട് അവർ രണ്ടുപേരും ചോദിച്ചു, അതെ, ഇവിടെ അടുത്തെവിടെയോ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ഈ നാഗപൂജയ്ക്കൊക്കെ നാഗക്കളമൊക്കെ വരയ്ക്കുന്ന സർപ്പക്കളമൊക്കെ വരയ്ക്കുന്ന ഒരു പെൺകുട്ടി, കൃഷ്ണ എന്ന് പറയുന്നത്. അത് ഇവിടെ എവിടെയോ പുഴയോരം വീട്ടിലാണ് ആ പെൺകുട്ടി താമസിക്കുന്നതെന്ന് അറിഞ്ഞത്. അതറിയാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും, മനസ്സിലായി, മോള് ഇവിടെ തന്നെ ഉണ്ടല്ലോ, മോളിക്കുട്ടിയുടെ കൂടെ ഇതുവഴി വരുന്നതാണ്, വരാൻ സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ, മോളിക്കുട്ടിയോ അതാരാ എന്നവർ അന്വേഷിച്ചു. അതെ, ഇവിടുത്തെ സ്റ്റാൻഡിൽ കിടന്നോടുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ്. അവർ രണ്ടുപേരും ഭയങ്കര കൂട്ടുകാരാ. എന്തായാലും ഉടനെ ഇവിടേക്ക് എത്തും. പുഴയോരം വീട് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് പുഴയോരം വീട്ടിലേക്കുള്ള വഴി അവർ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മോളിക്കുട്ടിയുടെ ഓട്ടോയിൽ അവിടെ കൃഷ്ണ വരുന്നത്. ഉടനെ അയാൾ പറഞ്ഞു, ദാ മോളിക്കുട്ടി വന്നല്ലോ, കൂടെ കൃഷ്ണമോളും കാണും, നിങ്ങൾ നേരിട്ട് സംസാരിച്ചോ എന്നറിയിച്ചു. അപ്പോഴേക്കും വണ്ടി വന്ന് നിർത്തി കൃഷ്ണ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും അവർ രണ്ടുപേരും കൃഷ്ണൻ്റെ അരികിലേക്ക് ചെന്നു. മോളെ, ഞങ്ങൾ വന്നത് അത് കാനനക്കൻ ക്ഷേത്രത്തിലെ ആളുകളാണ് ഞങ്ങൾ. 3 വർഷം കൂടുമ്പോൾ അവിടെ കളമെഴുത്തും പാട്ടും നടക്കാറുണ്ടല്ലോ. അവിടുത്തെ ഇത്തവണത്തെ കളമെഴുത്തും പാട്ടിനും ഉള്ള സമയമായി. അപ്പോൾ പൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്കും സർപ്പക്കളം വരയ്ക്കുന്നതിനുമൊക്കെ ഇത്തവണയും അവിടെ കളം വരയ്ക്കാനുള്ള നിയോഗം മോൾക്ക് തന്നെയാണ്. മോള് തന്നെ വന്ന് അവിടെ കളം വരയ്ക്കണമെന്നാണ് ദേവിയുടെ നിശ്ചയം. ഞങ്ങൾ പ്രശ്നം വെച്ചപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അതുകൊണ്ട് മോളെ ക്ഷണിക്കാനാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണ പറഞ്ഞു, അയ്യോ, ഇത്തവണത്തേക്ക് ഞാൻ അങ്ങനെ വരാനാ, നിങ്ങൾ മറ്റാരെങ്കിലും ക്ഷണിക്കേ എന്നറിയിച്ചപ്പോൾ, മോൾക്കാണ് ദേവി അതിനുള്ള അനുഗ്രഹം നൽകിയിരിക്കുന്നത്, അതുകൊണ്ട് മോള് തന്നെ വരണം, ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണെന്ന് അറിയിച്ചപ്പോൾ അടുത്തുനിന്ന് മോൾക്കുട്ടി പറഞ്ഞു, എന്തിനാടി നീ വെറുതെ ഈ ദൈവത്തിൻ്റെ കാര്യമല്ലേ ഇത് വേണ്ടെന്ന് വെക്കുന്നത്, നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണ ചോദിച്ചു, മോളിക്കുട്ടി നീയും എൻ്റെ കൂടെ വരുമോ? എങ്കിൽ നമുക്ക് പോകാമെന്ന് അറിയിച്ചപ്പോൾ, പിന്നെ ഞാനല്ലാതെ പിന്നെ ആരാ നിൻ്റെ കൂടെ വരുന്നത്?
നമുക്ക് പോകാവഴി എന്ന് മോളിക്കുട്ടി ഉറപ്പ് നൽകി. ഉടനെ കൃഷ്ണ താൻ വരാമെന്ന് സമ്മതിച്ചു. എനിക്ക് ഇക്കാര്യം അമ്മയോടും അച്ഛനോടും കൂടി ഒന്ന് ചോദിച്ച് അനുവാദം വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ മോള് അങ്ങനെ തന്നെ ചെയ്തോ, ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് എന്ന് പറഞ്ഞ് കയ്യിലേക്ക് പണം നീട്ടിയതും കൃഷ്ണ പറഞ്ഞു, അയ്യോ ഇതിനൊന്നും ആവശ്യമില്ല, ഞാനവിടെ വന്ന് കളം വരയ്ക്കുന്നത് അത് എൻ്റെ ഒരു ഭക്തി കൊണ്ട് തന്നെയാണ്. അതിന് ഞാൻ ഇങ്ങനെ പണം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, ഇത് മോൾക്ക് നൽകുന്ന ഇതിനു വേണ്ടി തരുന്ന ശമ്പളമൊന്നുമല്ല, മറിച്ച് ഞങ്ങളുടെ സന്തോഷത്തിന് ദേവി നൽകുന്നതാണ്, അത് സ്വീകരിക്കണം എന്നറിയിച്ചപ്പോൾ മോളിക്കുട്ടി പറഞ്ഞു, മേടിച്ചോടി, കുഴപ്പമില്ല. അങ്ങനെ കൃഷ്ണ അത് കൈപ്പറ്റി. അങ്ങനെ അവർ നന്ദിയോടെ അവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും കൃഷ്ണ മോളിക്കുട്ടിയോട് പറഞ്ഞു, മോളിക്കുട്ടി, അവിടെ സർപ്പക്കളം വരയ്ക്കാൻ കഴിഞ്ഞ 2 തവണ ചെന്നപ്പോഴും എനിക്ക് അതിനുള്ള ഭാഗ്യം ദേവി നൽകി. ഇത്തവണ മറ്റാർക്കെങ്കിലും ആ ഭാഗ്യം ലഭിക്കട്ടെ എന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് ഞാൻ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ദേവി ഞാൻ തന്നെ ചെന്ന് അത് ചെയ്യണമെന്നാണ് ദേവിയുടെ നിശ്ചയമെന്ന് അറിയിച്ചപ്പോൾ മോളിക്കുട്ടി പറഞ്ഞു, എന്തായാലും ദേവിയുടെ ആഗ്രഹമല്ലേ, അത് സാധിച്ചു കൊടുക്കാം. നീ ധൈര്യമായിട്ടിരിക്കുക, നിന്റെ കൂടെ ഞാനും ഇല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും വണ്ടിയിൽ കയറി അവിടുന്ന് നേരെ അനിയൻ സാറിന്റെ അനുവാദം മേടിക്കാനായി നേരെ പുഴയോരം വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോഴാണ് ഇങ്ങനെയൊരു ചടങ്ങ്, പൂജയും മറ്റു കാര്യങ്ങളും അവിടെ നടക്കുന്നതിനെ കുറിച്ച് അവരിങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ ഗോകുലിന്റെ അരികിലേക്ക് ശോഭ എത്തിയത്. തൻ്റെ കയ്യിൽ ശോഭ അരികിലേക്ക് വരുമ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന ഫയലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, കേസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗോകുലിന് അരികിലേക്ക് എത്തി ശോഭ ചോദിച്ചു, മോനെ നീ തിരക്കിലാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും, എന്താ അമ്മേ, അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടല്ലോ, എന്താണെന്ന് അമ്മ പറഞ്ഞു എന്നറിയിച്ചു. ഉടനെ ശോഭ പറഞ്ഞു, മോനെ വേറൊന്നുമല്ല ഞാൻ സംസാരിക്കാൻ വന്നത്. ഞാൻ വന്നത് നിങ്ങളെ രണ്ടുപേരെയും കൂടി ഒരു ക്ഷേത്രത്തിലേക്ക് പറഞ്ഞയക്കാനാണ്. ഇത്തവണ പൂജയ്ക്കും മറ്റുമായി പോയപ്പോൾ സത്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് ആ സമയത്ത് സമൃദ്ധിക്ക് ഉണ്ടാവരുതെന്നും പഴയ ഓർമ്മകളൊന്നും സമൃദ്ധിയിലേക്ക് തിരിച്ചു വരരുത് എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ച് ഞാനൊരു വഴിപാട് നേർന്നിരുന്നു. അതിൻ്റെ സമയമാണ് ഇപ്പോൾ. അത് കുറച്ച് ദൂരെ ഒരു കാട്ടിനുള്ളിൽ ഉള്ള ഒരു ക്ഷേത്രത്തിലൊരു വഴിപാടാണെന്ന് അറിയിച്ചപ്പോൾ ഗോകുല് പറഞ്ഞു, അമ്മേ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലേ അത്തരം വഴിപാടുകളോ അത്തരം നേർച്ചകളോ ഒന്നും അമ്മ നടത്തരുതെന്ന് ചോദിച്ചപ്പോൾ ശോഭ പറഞ്ഞു, മോനെ ഞാൻ നിന്റെ അമ്മയാണ്, നിന്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നത് എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ പ്രാർത്ഥനയും. എൻ്റെ പേരക്കുട്ടിയുടെയും എൻ്റെ മോൻ്റെയും ജീവിതം തകർന്നു പോകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ഈശ്വരനോടുള്ള എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് സത്യങ്ങളൊന്നും അല്ലെങ്കിൽ പഴയ ഓർമ്മകളൊന്നും സമൃദ്ധിയുടെ മനസ്സിലേക്ക് വരാതിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ആ വഴിപാട് പൂർത്തിയാക്കേണ്ട സമയമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും പോകണമെന്ന് പറഞ്ഞപ്പോൾ ശരി അമ്മ, ഏത് ക്ഷേത്രത്തിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞോളൂ എന്നറിയിച്ചു. പോകേണ്ട ക്ഷേത്രം ഏതാണെന്ന് പറയാനായിട്ട് തയ്യാറായപ്പോൾ നമ്മൾ പറഞ്ഞത് വലിയൊരു കാട്ടിനുള്ളിലുള്ള ഒരു ദേവീക്ഷേത്രമാണ്. അവിടെ 3 വർഷത്തിലൊരിക്കലാണ് പൂജ നടക്കുന്നത്. സർപ്പക്കളം എഴുത്തും പൂജയും 5 ദിവസം നീണ്ടു നിൽക്കുന്ന പൂജയും കാര്യങ്ങളുമാണ്. 5 ദിവസത്തെ വ്രതവും വഴിപാടും ഹോമവും ഒക്കെ നടത്തിയതിനു ശേഷം അവസാന ദിവസം ദാമ്പത്യ പൂജയുണ്ട്. ആ ദാമ്പത്യ പൂജയിൽ പങ്കെടുക്കുന്ന ദമ്പതിമാർക്ക് ഒരിക്കലും, ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ പിന്നീട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അവരൊരിക്കലും അകന്നു പോവുകയുമില്ല എന്ന് ശോഭ അറിയിച്ചു. ഇത് കേട്ടതും ഗോകുല് പറഞ്ഞു, അമ്മേ കാര്യം ശരിയൊക്കെ, പക്ഷേ ഇതെങ്ങനെ സമൃദ്ധിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും, എങ്ങനെ സമൃദ്ധിയുടെ ഇക്കാര്യം പറഞ്ഞ് അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകും? ഇപ്പം തന്നെ അവിടെ ആശ്രമത്തിൽ പോയി ഉണ്ടായ പ്രശ്നങ്ങളുടെ ഷോക്കിൽ നിന്ന് ആൾ മാറിയിട്ട് പോലുമില്ല. ഇപ്പോഴും ആ പ്രശ്നങ്ങൾ അതുപോലെ നിലനിൽക്കുകയാണെന്ന് അറിയിച്ചപ്പോൾ ശോഭ പറഞ്ഞു, അതൊന്നും തൽക്കാലം ടെൻഷൻ ആവേണ്ട കാര്യമില്ല, സമൃദ്ധമോള് സമ്മതിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്ന അർച്ചന ചോദിച്ചു, എന്താ ഗോകുൽ, എന്താ എന്നോട് സംസാരിക്കാൻ മടിയുള്ളതുപോലെ, എന്താ ഗോകുൽ എന്ന് ചോദിച്ചു. അരികിലേക്ക് സംശയത്തോടെ വന്ന് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന അർച്ചനയോട് ചെറിയൊരു ഭയത്തോടെ ഗോകുൽ പറഞ്ഞു, അത് പിന്നെ അമ്മ നമുക്ക് വേണ്ടി ഒരു വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു ദൂരെ ഒരു ക്ഷേത്രത്തിൽ, അവിടെ പോകുന്ന കാര്യമാണ് അമ്മ ഇപ്പം സംസാരിച്ചതെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് അതിന് താല്പര്യമുണ്ടോ എന്നറിയാനാണ്, തനിക്ക് അതിന് സമ്മതമാണെന്ന് അറിയാനാണ് ഞാൻ പറഞ്ഞതെന്ന് അറിയിച്ചപ്പോൾ ഗോകുലിനോട് അർച്ചന ചോദിച്ചു, അതിനെന്താ, നമുക്ക് പോകാം, അമ്മയും കൂട്ടി നമുക്ക് ആ ക്ഷേത്രത്തിൽ പോകാമല്ലോ എന്നറിയിച്ചു. അത് കേട്ടതോടെ ശോഭ പറഞ്ഞു, അയ്യോ മോളെ, ഞാനല്ല പോരേണ്ടത്, നിങ്ങൾ രണ്ടുപേരും തനിച്ച് പോകേണ്ട കാര്യമാണ്. പിന്നെ അത് മറ്റന്നാളാണ് അവിടെ പൂജയും വഴിപാടും തുടങ്ങുന്നത്. 3 വർഷത്തിലൊരിക്കൽ സർപ്പക്കളമെഴുത്തും 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഹോമവും വഴിപാടുകളും, അതിനുശേഷം അവസാന ദിവസത്തെ ദാമ്പത്യ പൂജ, അതിൽ പങ്കെടുക്കണം, അതാണ് വേണ്ടത് എന്നറിയിച്ചു. ഇതെല്ലാം കേട്ടതോടെ മറ്റന്നാൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ മറ്റന്നാളോ എന്ന് അതിശയത്തോടെ അർച്ചന ചോദിച്ചു. ഗോകുലും ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നപ്പോൾ അർച്ചന ചോദിച്ചു, ഗോകുലിന് അസൗകര്യമില്ല എങ്കിൽ നമുക്ക് പോകാമെന്ന് അറിയിച്ചപ്പോൾ ഗോകുൽ പറഞ്ഞു, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, എങ്കിൽ നമുക്ക് പോകാമെന്ന് സന്തോഷത്തോടെ ഗോകുൽ സമ്മതിച്ചു. അങ്ങനെ ഗോകുലും അർച്ചനയും കൂടി ആ
സർപ്പക്കാവിൽ ആ കാനക്ഷേത്രത്തിലെ ആ സർപ്പക്കള പാട്ടിലും മറ്റും പങ്കെടുക്കാനായി അവർ തീരുമാനിച്ചു. അപ്പോഴാണ് നവീൻ പൂക്കളെടുത്തുകൊണ്ട് നേരെ ഗാഥയെ അന്വേഷിച്ച് വരുമ്പോൾ ഗാഥ ആ സർപ്പത്തെ കണ്ട് ഭയന്ന് വിറച്ച് അവിടെ നിന്ന് ഓടിക്കഴിഞ്ഞിരുന്നു. ഈ സമയത്ത് സർപ്പത്തെ കണ്ട് ഭയന്ന് ഗാഥ ഓടിപ്പോയി കഴിയുമ്പോൾ ഗാഥയ്ക്ക് പകരം അവിടേക്ക് അപ്രതീക്ഷിതമായി കൃഷ്ണ വന്നെത്തുകയായിരുന്നു. കൃഷ്ണ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ട് അതിശയത്തോടെ താൻ ഗാഥയെ കണ്ട സ്ഥലത്തേക്ക് നോക്കിയ നവീൻ ഗാഥയെ കാണാതായപ്പോൾ ഇയാളിത് എവിടെ പോയെന്ന് സംശയിച്ച് പിന്തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് തൻ്റെ പിന്നിലൂടെ ചിരിച്ചുകൊണ്ട് വരുന്ന കൃഷ്ണയെ കണ്ടത്. ഉടനെ നവീൻ വേഗം കൃഷ്ണയ്ക്ക് അരികിലേക്ക് ചെന്നു. താനിവിടെ നിൽക്കുകയായിരുന്നോ? ദാ എന്ന് പറഞ്ഞ് കൃഷ്ണയെ പിന്തിരിച്ച് നിർത്തിയിട്ട് കൃഷ്ണയുടെ മുടിയിലേക്ക് പൂ വെക്കാൻ തുടങ്ങിയതും അതിശയത്തോടെ കൃഷ്ണ നോക്കി. എന്താ നവീൻ എന്ന് ചോദിച്ചതും അല്ല, ഞാൻ എൻ്റെ സ്നേഹം തെളിയിക്കണല്ലോ എന്ന് പറഞ്ഞ് ആ റോസാപ്പൂ കൃഷ്ണയുടെ മുടിയിൽ ചൂടിക്കൊടുത്തു. ഇത് കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ഇപ്പൊ തനിക്ക് വിശ്വാസമായല്ലോ അല്ലേ എന്ന് നവീൻ കൃഷ്ണയോട് ചോദിച്ചു. കൃഷ്ണ അതിശയത്തോടെ നവീനെ നോക്കി നിൽക്കുമ്പോഴാണ് ഗാഥ അവിടേക്ക് മടങ്ങിയെത്തുന്നത്. പൂവെറുത്ത് അത് കൃഷ്ണയുടെ മുടിയിൽ ചൂടി നവീൻ കൃഷ്ണയോട് സ്നേഹത്തോടെ സംസാരിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ട ഗാഥ ദേഷ്യത്തോടെ അരികിലേക്ക് എടി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടെത്തി. ഇത് ശബ്ദം കേട്ട് പിന്തിരിഞ്ഞു നോക്കിയ നവീൻ ഒരുപോലെ ഇരിക്കുന്ന ഗാഥമാരെ കണ്ടപ്പോൾ വല്ലാത്ത ഞെട്ടലായി. ഗാഥ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, നവീൻ ഇത് ചീറ്റിംഗ് ആയിപ്പോയി, വളരെ മോശമായിപ്പോയി. ഇത്ര ഒരു മോശം ചിന്താധികാരനാണ് നവീനെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. ഞാനൊന്ന് മാറി നിന്ന സമയത്ത് നവീൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു കൂട്ടിയല്ലേ എന്ന് ചോദിച്ചതും നവീൻ പറഞ്ഞു, അയ്യോ ഗാഥ എനിക്കറിയില്ലായിരുന്നു, താനാണെന്ന് കരുതിയാ ഞാൻ ഈ പെൺകുട്ടിയുടെ എന്ന് പറഞ്ഞ് നവീൻ ഞെട്ടലോടെ രണ്ടുപേരും മാറി മാറി നോക്കുകയാണ്. ഉടനെ ദേഷ്യത്തിൽ ഗാഥ കൃഷ്ണയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, നീ വീണ്ടും ഞങ്ങളുടെ ഇടയിലേക്ക് വന്നതാ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അല്ലേ? നിനക്കൊരിക്കലും ഞാൻ എൻ്റെ നവീനെ വിട്ടു തരില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഗാഥ വല്ലാതെ ബഹളം വെക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് നവീൻ ആകെ അന്തിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങനെ ബഹളം വെച്ചിട്ട് ദേഷ്യത്തോടെ സിത്താരക്കരികിലേക്ക് ഗാഥ കലിച്ചുള്ളിയെത്തി. മമ്മിയോട് എത്ര തവണ പറഞ്ഞോ ആ കൃഷ്ണ എനിക്ക് എൻ്റെ നവീന ജീവിതത്തിൽ പ്രശ്നക്കാരിയായി വന്നുകൊണ്ട് നിൽക്കുകയാണെന്ന്. എന്നിട്ടും മമ്മിക്ക് അവളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. മമ്മി അവളെ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലേ. മമ്മിക്ക് അവളോടാണല്ലോ സ്നേഹക്കൂടുതൽ എന്നൊക്കെ ഗാഥ ദേഷ്യപ്പെടുന്നു. ഉടനെ സിതാര പറഞ്ഞു, മോളെ നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. ഇല്ല ഒരിക്കലും ഞാൻ അവൾക്ക് എൻ്റെ നവീനെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് വല്ലാതെ ബഹളം വയ്ക്കുകയാണ്. ആ ബഹളം കേട്ടുകൊണ്ടാണ് വേഗം മുറിയിലേക്ക് സിത്താരയും സിനിയും ഓടിയെത്തിയത്. സിത്താര വന്ന് വേഗം ലൈറ്റ് ഇടുമ്പോൾ അവിടെ ബെഡിൽ കിടന്നുകൊണ്ട് വല്ലാതെ ബഹളം വെക്കുകയാണ് ഗാഥ. ബഹളം വെക്കുന്നതുകൊണ്ട് അരികിലേക്ക് ഓടി വന്ന സിത്താര ഗാഥയെ വിളിച്ചു നിർത്തി. മോളെ ഗാഥയെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചതും കണ്ണു തുറന്ന ഗാഥ വീണ്ടും ബഹളം വെച്ചു. ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എന്താ പറ്റിയത് എന്ന് ഗാഥയോട് സിത്താര അന്വേഷിച്ചപ്പോൾ ഗാഥ കണ്ണു തുറന്ന് നോക്കിയിട്ട് പറഞ്ഞു, മമ്മിയും ആ കൃഷ്ണയുണ്ടല്ലോ, അവള് വീണ്ടും എൻ്റെ നവീന ജീവിതത്തിലേക്ക് വന്നു. അവളെ എത്ര അകറ്റി നിർത്തിയാലും അവൾ വീണ്ടും ഞങ്ങൾക്കിടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഗാഥയെ നോക്കിയിട്ട് സിതാര പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ നീ വീണ്ടും എന്തിനാ ഇങ്ങനെ ദുസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്? നീ ചിന്തിക്കുന്നത് പോലെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലെന്നേ. ഗാഥമോളെ നിന്നെ പേടിപ്പിക്കാനോ നിന്റെ ജീവിതം തട്ടിയെടുക്കാനോ ഇവിടെ ആരും അതിനുവേണ്ടി തയ്യാറായിട്ടില്ല. ആരും അതിനൊരു ശ്രമവും നടത്തിയിട്ടില്ല. ഇതൊക്കെ മോളുടെ വെറും തെറ്റിദ്ധാരണയാണ് എന്നറിയിച്ചു. ഇല്ല മമ്മിക്ക് ഇപ്പോഴും അവളോടാണ് സ്നേഹം കൂടുതൽ. അവളെയാണ് മമ്മി എല്ലായ്പ്പോഴും അവളോടാണ് സ്നേഹം കാണിക്കുന്നത്. അവളെ എപ്പോഴും മമ്മി വിശ്വസിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്കൊരിക്കലും അവളെ വിശ്വസിക്കാൻ കഴിയില്ല. അവള് ചതിക്കും. അവളെ എൻ്റെ ജീവിതം തട്ടിയെടുക്കാൻ വേണ്ടി തന്നെ നടക്കുമോ മമ്മി എന്ന് പറഞ്ഞ് വീണ്ടും ഗാഥ ബഹളം ഉണ്ടാക്കി. ഗാഥയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നറിയാതെ വല്ലാത്ത ടെൻഷനോടെ സിതാര നിന്നതും സിതാര പറഞ്ഞു, മോളെ നിന്റെ ഈ ടെൻഷനും പേടിയും ഒക്കെ മാറാൻ ഒരു പോംവഴിയുണ്ട്. നിന്റെ ഈ ആശങ്കയല്ലേ നവീനെ നിന്നിൽ നിന്ന് അവൾ തട്ടിയെടുക്കുമെന്നുള്ള ഭയം, അത് മാറ്റിയെടുക്കാൻ ഒരു വഴിയുണ്ട്. മമ്മി ആ വഴിയാണ് ചിന്തിക്കുന്നത്. ഇനി മോളുടെ ഈ ചിന്തയും സങ്കടവും ഒക്കെ മാറ്റാൻ മമ്മി ഒരു പോംവഴി കണ്ടെത്തി. അത് മറ്റൊന്നുമല്ല, അങ്ങ് ദൂരെ ഒരു കാടിനുള്ളിൽ ഒരു ദേവീക്ഷേത്രമുണ്ട്. അവിടെ 3 വർഷത്തിൽ ഒരിക്കലാണ് പൂജ നടക്കുന്നത്. അവിടെ സർപ്പക്കള്ളമാണ് പ്രധാനമായിട്ടുള്ളത്. ഈ 5 ദിവസവും സർപ്പക്കള്ളം നടത്തി അവസാന ദിവസം അവിടെ ദാമ്പത്യ പൂജ എന്ന് പറഞ്ഞ ഒരു ചടങ്ങ് കൂടിയുണ്ട്. എന്തായാലും ആ ക്ഷേത്രത്തിലേക്ക് പോകാം. അവിടെ പോയി ആ വഴിപാട് കൂടി നിങ്ങൾ നടത്തിയാൽ, അവിടെ നടത്തുന്ന ദാമ്പത്യ പൂജയിൽ പങ്കെടുത്താൽ ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് ജീവിതത്തിൽ പിന്നെ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും അവർ ഒരിക്കലും വേർപിരിഞ്ഞു പോവില്ല. ദൈവിക കടാക്ഷം ഉണ്ടാവും അവർക്ക് എന്നറിയിച്ചു. ഇത് കേട്ടതോടെ ഗാഥ പറഞ്ഞു, ഇല്ല മമ്മി, അവിടെ അവൾ വരും. എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് അവിടെ അവൾ എത്തും. എനിക്ക് ഉറപ്പാ. അവിടെ വന്ന് അവൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടതോടെ ഗാഥയുടെ ആ വാക്കുകൾ കേട്ട് സിതാര പറഞ്ഞു, ഇല്ല മോളെ, ഒരു കാരണവശാലും കൃഷ്ണ അവിടെ വരില്ല. മമ്മി അതിന് ഉറപ്പ് വരുന്നു. കൃഷ്ണ ഒരിക്കലും അവിടേക്ക് എത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മമ്മി ഇപ്പോഴും മമ്മിയുടെ മനസ്സിൽ അവളോട് വല്ലാത്ത സോഫ്റ്റ് കോൺട്രാ, അവളോടാണ് മമ്മിക്ക് സ്നേഹം കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് ഗാഥ മുഖം വീർപ്പിച്ചു. ഇത് കണ്ടതും സിതാര പറഞ്ഞു, ഇല്ല മോളെ, മോളുടെ ടെൻഷനൊന്നും
ഇവിടെ ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. മോള് വേദനിക്കേണ്ട. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉടനെ തന്നെ ഉണ്ടാവും. മമ്മിയല്ലേ പറയുന്നത് എന്ന് പറഞ്ഞ് സിത്താര ഗാഥയെ സമാധാനപ്പെടുത്തണം. ഗാഥ ഇതെല്ലാം കേട്ട് ആകെ ദേഷ്യത്തോടെ കലിതുള്ളി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇക്കാര്യം ആ, സച്ചിയെ കാണുവാനായിട്ട് അവിടേക്ക് ആരതി എത്തിയത്. ആരതിയുടെ അരികിലേക്ക് ആരതി വീട്ടിലേക്ക് വന്നതും സച്ചി എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നതോടെ സച്ചിയെ വിളിച്ചുകൊണ്ട് വരുന്ന ആരതിയെ കണ്ട് കമലമ്മ ഞെട്ടി. മോളെ സച്ചി ഇവിടെ സച്ചിയെ കണ്ടില്ലല്ലോ എന്ന് അതിശയത്തോടെ ആരതിയോട് ചോദിച്ചപ്പോൾ ആരതി പറഞ്ഞു, സച്ചി ഇങ്ങോട്ട് എത്തിയില്ലേ? അപ്പോഴേക്കും കമലമ്മയ്ക്ക് വല്ലാത്ത ടെൻഷനായി. സച്ചി ഇങ്ങോട്ട് എത്തിയെന്നോ? മോൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ ഒരുമിച്ചല്ലേ ഇവിടെ നിന്ന് പോയത്? ഇത്രയും നേരമായിട്ട് സച്ചി ഇവിടേക്ക് എത്തിയിട്ടില്ല. ശരിക്കും അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്താ മോളെ, എന്താ ശരിക്കും സംഭവിച്ചത്? എന്തെങ്കിലും മോള് മറച്ചു വെക്കുന്നുണ്ടോ എന്നൊക്കെ ടെൻഷനോടെ കമലമ്മ ആരതിയോട് അന്വേഷിച്ചു. അപ്പോഴേക്കും ആരതി പറഞ്ഞു, ഇല്ലമ്മേ, അവിടെ നിന്ന് സച്ചി നേരത്തെ പോന്നിരുന്നു. ഞാൻ പിന്നാലെ വൈകിയാ വന്നത്. അതുകൊണ്ടാ സച്ചി അന്വേഷിച്ചാൻ ഇങ്ങോട്ട് വന്നത്. സച്ചി ഒരു കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞ്, കുഴപ്പമൊന്നുമില്ല, എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാമേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സിത്ത യാത്ര പറഞ്ഞ് ആരതി ഇറങ്ങുമ്പോഴേക്കും ആകെ ടെൻഷനോടെ കമലമ്മയ്ക്ക് അരികിലേക്ക് ആതിര എത്തി. എന്നിട്ട് പറഞ്ഞു, അമ്മേ, ഇപ്പോൾ ആരതി ചേച്ചി ഇവിടെ വന്ന് സച്ചിയേട്ടനെ അന്വേഷിച്ചില്ലേ? എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. സച്ചിയേട്ടനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. എന്തോ എന്തോ പ്രശ്നമുള്ളതുപോലെ അമ്മേ എന്ന് പറഞ്ഞു. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല എന്ന് പറയുമ്പോൾ കമലമ്മ വല്ലാത്ത ടെൻഷനിലായി. എൻ്റെ ദേവിയും എൻ്റെ മോന് ആപത്തൊന്നും ഉണ്ടാവല്ലേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴേക്കും അല്പം കഴിഞ്ഞപ്പോഴേക്കും സച്ചി വീട്ടിലേക്ക് കയറി വന്നു. സച്ചിയെ കണ്ടതോടെ അതിശയത്തോടെ കമലമ്മ അരികിലേക്ക് ഓടി ചെന്നു. മോനെ, എന്താണ് നിനക്ക് പറ്റിയത്? ഇതെന്താ നിനക്ക് സംഭവിച്ചതെന്ന് ചോദിച്ച് തലയിലുണ്ടായ ആ മുറിവിനെക്കുറിച്ച് ടെൻഷനോടെ കമലമ്മ അന്വേഷിച്ചു. കമലമ്മയോട് സച്ചി പറഞ്ഞു, അമ്മ, എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായതാ എന്ന് പറഞ്ഞപ്പോൾ ആക്സിഡന്റോ? പെട്ടെന്ന് അരികിലേക്ക് വന്ന അനഘയും ആതിരയും സ്നേഹയും എന്താണ് യഥാർത്ഥ സംഭവിച്ചതെന്ന് അന്വേഷിച്ചു. ആക്സിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്താ എന്താ സച്ചിയേട്ടന് സംഭവിച്ചത്? കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്നൊക്കെ അവർ മാറി മാറി അന്വേഷിച്ചപ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് സച്ചി വേഗം മുറിയിലേക്ക് പോയി വാതിലടച്ചു. ഇതോടെ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി. കമലമ്മ വാതിൽ വന്ന് പലതവണ മുട്ടി വിളിച്ചിട്ടും സച്ചി വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല. ആ നിമിഷം സച്ചിയുടെ മനസ്സിൽ കടന്നു വന്നത് അർച്ചന തന്നെ കണ്ടിട്ട് തന്നെ തിരിച്ചറിയാതെ പോയതും ഗൂഗിളിന്റെ കൈ പിടിച്ച് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതുമായ കാഴ്ചകളായിരുന്നു. അതോർത്ത് വേദനയോടെ സച്ചി ആ മുറിയിൽ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ സച്ചിയും ആരതിയും തമ്മിൽ കണ്ടുമുട്ടി. ആരതിയോട് സച്ചി കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എൻ്റെ അർച്ചനയെ തിരിച്ചു കൊണ്ടുവരും, അതെൻ്റെ അർച്ചന തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ആരതി പറഞ്ഞു, സച്ചി ഇങ്ങനെ മണ്ടത്തരം വിളിച്ച് പറയല്ലേ, അത് ഗോകുൽ സാറിൻ്റെ ലൈഫാണ്. ഗോകുൽ സാറിൻ്റെ ജീവിതത്തിൽ കയറി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാൽ അത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, അത് ഗോകുൽ സാറിൻ്റെ വൈഫാണെന്ന് വക്കീലിനോട് ആരാ പറഞ്ഞത്? വക്കീലെ, അത് എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുമാണ്. വക്കീല്, ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് വക്കീലെ എന്ന് പറയുമ്പോൾ ആരതി പറഞ്ഞു, വീണ്ടും ഇത്ര മണ്ടത്തരങ്ങൾ പറയലുണ്ട് സച്ചി. സച്ചിക്ക് ഇതുപോലെ അബദ്ധങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞു, എനിക്കറിയാം, ഞാൻ തെളിവ് തരാം, വക്കീലിന് തെളിവല്ലേ കിട്ടേണ്ടത് എന്ന് പറഞ്ഞ് വേഗം തൻ്റെ ഫോണിലുള്ള ആ ഫോട്ടോസ് ആരതിയെ കാണിച്ചു കൊടുക്കുകയാണ് സച്ചി. ദാ നോക്കിക്കേ, ഇത് കണ്ടോ? ഇത് കണ്ടിട്ട് വക്കീല് പറ എന്ന് പറഞ്ഞ് ഫോട്ടോകളെല്ലാം ആരതിയെ കാണിച്ചു. ദാ ഇത് മൊത്തം നോക്കുന്ന പറഞ്ഞ് അതിലുണ്ടായിരുന്ന ഓരോ ഫോട്ടോസും സ്ലൈഡ് ചെയ്യുകയും സച്ചിയുടെയും അർച്ചനയുടെയും വിവാഹ ഫോട്ടോയും എല്ലാം കുഞ്ഞിനോടൊപ്പം നിൽക്കുന്നതും പിന്നീട് അവർ തനിച്ചുള്ള നിമിഷങ്ങളും അങ്ങനെ അതിൽ പകർത്തിയ ഫോട്ടോസുകളൊക്കെ മാറി മാറി നോക്കിയതോടെ ആരതിക്ക് വലിയ ആശ്ചര്യമായി. സച്ചി പറഞ്ഞത് സത്യം തന്നെയാണെന്നും അത് സച്ചിയുടെ ഭാര്യ അർച്ചന തന്നെയാണെന്നും ആരതിക്ക് ബോധ്യം വന്നു. ഉടനെ സച്ചി ചോദിച്ചു, ഇപ്പൊ വക്കീലിന് മനസ്സിലായല്ലോ ഞാൻ ഭ്രാന്ത് പറയുന്നതല്ല എന്ന് ചോദിച്ചപ്പോഴേക്കും സച്ചി പറയുന്നത് സത്യമാണ്. പക്ഷേ സച്ചിയുടെ സ്റ്റാൻഡും ശരി തന്നെയാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമൃദ്ധ മേഡത്തിന് എന്ന് പറഞ്ഞതും സമൃദ്ധയല്ല, അതെൻ്റെ അർച്ചനയാണ് എന്ന് പറഞ്ഞു. ശരി, സമ്മതിച്ചോ? സച്ചിയുടെ അർച്ചനയാണെങ്കിൽ അർച്ചനയ്ക്ക് അതൊന്നും ഓർമ്മയില്ലല്ലോ, അതല്ലേ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്നറിയിച്ചു. അത് മാത്രമല്ല, എങ്ങനെ ഓർമ്മ നഷ്ടപ്പെട്ടെന്നും എന്താ സംഭവിച്ചതെന്നും നമുക്കറിയണ്ടേ? ഗൂഗിൾ സാറിൻ്റെ സ്റ്റാൻഡ് എന്താണെന്നും ഗൂഗിൾ സാറിൻ്റെ ഭാഗം എന്താണെന്നും നമുക്കറിയണ്ടേ എന്ന് അർച്ചന ആരതി സച്ചിയോട് ചോദിച്ചു. ഇത് കേട്ടതും സച്ചി പറഞ്ഞു, എന്തായാലും ഞാൻ എൻ്റെ കുഞ്ഞിനെയും അർച്ചനയും കൂട്ടിക്കൊണ്ടുവരും. ഇക്കാര്യം ഞാൻ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല. വീട്ടിൽ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന സ്ഥിതി എന്താണെന്ന് വക്കീലിനോട് ഞാൻ പറയേണ്ടതില്ലല്ലോ. ആ നിമിഷം അർച്ചന അന്വേഷിച്ച് അവരവിടെ എത്തും. പിന്നെ അർച്ചനയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്നും വലിയ പ്രശ്നമൊക്കെയായി മാറും. അതുകൊണ്ട് ആരെയും അറിയിക്കാതെ ഇക്കാര്യം സോൾവ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് അർച്ചനയും കുഞ്ഞിനെയും തിരിച്ചു കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് സച്ചി പറയുമ്പോൾ ഇത് കേട്ട് ആരതി പറഞ്ഞു, എന്തായാലും സച്ചിയുടെ സ്റ്റാൻഡ് ശരി തന്നെയാണ്.
സച്ചിയുടെ ഭാര്യ അർച്ചന തന്നെയാണ് അതിൽ എനിക്കും യാതൊരു സംശയവുമില്ല. എന്തായാലും സച്ചി എടുത്തു ചാടി തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. സച്ചി എനിക്ക് വാക്ക് തരണം. ഞാൻ ഇക്കാര്യത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം. സാവധാനത്തിൽ ഞാൻ ഗൂഗിൾ സാറിനോട് സംസാരിച്ച് ഇതിനൊരു പരിഹാരം നമുക്കുണ്ടാക്കാം. സച്ചി, ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. എടുത്തു ചാടി ഒരു പ്രശ്നത്തിനും സച്ചി മുന്നിട്ടിറങ്ങരുത് എന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിൽ ആരതിയെ കടന്നു പിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് തനിക്ക് തരണമെന്ന് ആരതി ആവശ്യപ്പെടുമ്പോൾ സച്ചി വേദനയോടെ ആരതിയുടെ കൈ വിടുവിച്ച് കുറച്ചു നേരം സങ്കടത്തോടെ ആലോചിച്ചു നിന്നു. എന്ത് ചെയ്യണമെന്നുള്ള ഒരു ടെൻഷനിൽ അങ്കലാപ്പോടെ സച്ചി അങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോൾ അവിടെ ക്ഷേത്രത്തിൽ പൂജയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തി ഗോകുലും ആരതിയും കൂടി ആ കാനന ക്ഷേത്രത്തിലേക്കുള്ള യാത്രയ്ക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. മറ്റന്നാൾ നടക്കുന്ന ആ യാത്രയ്ക്ക് നാളെ തന്നെ പോകണമെന്നായിരുന്നു ശോഭയുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ശോഭ പറഞ്ഞതിന് പ്രകാരം ഗോകുലും അർച്ചനയും കൂടി ആ കാനന ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഗോകുൽ അർച്ചനയോട് പറഞ്ഞു, ഒരുപക്ഷെ അമ്മ നമുക്കൊപ്പം ഇല്ലാതിരുന്നത് എന്തുകൊണ്ടും നന്നായി, നമുക്കൊരു പ്രൈവസി കിട്ടിയല്ലോ അല്ലേ എന്ന് ഗോകുൽ സംസാരിച്ചു. അങ്ങനെ ഗോകുൽ പറയുന്നതൊന്നും ശ്രദ്ധ കൊടുക്കാതെ അർച്ചന ചിന്തിച്ചത് സച്ചിയെക്കുറിച്ചായിരുന്നു. സച്ചിയേട്ടൻ ഇനിയും എന്നെ അന്വേഷിച്ചു വരും, അതിൽ യാതൊരു സംശയവുമില്ല. സച്ചിയേട്ടന് ഇനി എന്നെയും കുഞ്ഞിനെയും പിരിഞ്ഞിരിക്കാനാവില്ല. സച്ചിയേട്ടൻ ഇനി വന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഗോകുലിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഗോകുലിനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കി എനിക്ക് കുഞ്ഞിനെയും കൂട്ടി എൻ്റെ സച്ചിയേട്ടനിലേക്ക് തിരിച്ചു പോകണം. ഞാനില്ലാതെ എൻ്റെ സച്ചിയേട്ടന് ജീവിക്കാനാവില്ല. ഇപ്പോൾ എന്നെ കണ്ടെത്തിയ സ്ഥിതിക്ക് സച്ചിയേട്ടൻ ഇക്കാര്യങ്ങൾ വീട്ടിൽ അറിയിച്ചാൽ അവരെല്ലാവരും, അമ്മയും മറ്റെല്ലാവരും കൂടി എന്നെ അന്വേഷിച്ചെത്തുകയും വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നത്തിന് അവസരമൊരുക്കാതെ അതിനു മുൻപേ തന്നെ എല്ലാ കാര്യങ്ങളും ഗൂഗിളിനോട് പറഞ്ഞ് ഗൂഗിളിനരികിൽ നിന്ന് സച്ചിയേട്ടൻ്റെ അടുത്തേക്ക് ഉടനെ തന്നെ തിരിച്ചു പോകണമെന്ന് അർച്ചന തീരുമാനിച്ചു. അർച്ചന അങ്ങനെ ഒരു തീരുമാനം മനസ്സിലെടുക്കുമ്പോൾ ഗൂഗിൾ അർച്ചനയെ വിളിച്ചു, എടോ സമൃദ്ധേ, താൻ എന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്? കുറെ നേരമായി ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു, താൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ലോ, ഇത് വലിയ ബോറാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, അല്ല, ഗൂഗിള് സംസാരിക്കുന്നുണ്ടല്ലോ, ഗൂഗിളിന്റെ വാക്കുകൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാ ഞാനൊന്നും മറുപടി പറയാത്തത്. ഗൂഗിള് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗൂഗിള് പറഞ്ഞു, എനിക്കറിയാം തന്റെ മനസ്സിലെ ചിന്ത എന്താണെന്ന്. താൻ ചിന്തിക്കുന്നത് സച്ചിയെക്കുറിച്ചല്ലേ? സച്ചിയുടെ പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാവുള്ളൂ, താൻ സമാധാനപ്പെടുക എന്ന് ഗൂഗിൾ പറഞ്ഞു. അതെല്ലാം കേട്ടതോടെ എനിക്ക് അയാളോട് വല്ലാത്ത സഹതാപമാണ്. അയാളുടെ മനസ്സ് ശരിയല്ല. അയാൾക്ക് എന്തോ ഒരു മാനസിക രോഗമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ അയാൾ പെരുമാറുന്നതെന്ന് എനിക്ക് അയാളോട് വല്ലാത്ത സഹതാപമാണ് തോന്നുന്നതെന്ന് ഗൂഗിൾ പറയുമ്പോൾ ഇത് കേട്ട് അർച്ചന മനസ്സിൽ പറഞ്ഞു, പക്ഷേ ആ സഹതാപം എനിക്കിപ്പോ ഗൂഗിളിനോടാണ് തോന്നുന്നത്. കാരണം ഗൂഗിളിന്റെ മനസ്സിൽ എന്നോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഗൂഗിൾ, ഞാൻ എൻ്റെ സച്ചിയുടെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഗൂഗിളിനുണ്ടാകാൻ പോകുന്ന തകർച്ച, അതാണ് ഇപ്പോൾ എന്നെ വേദനിപ്പിക്കുന്നത്. സത്യം എന്തായാലും എനിക്ക് ഗൂഗിളിനോട് തുറന്നു പറയാതിരിക്കാനാവില്ല. എനിക്ക് എൻ്റെ സച്ചിയേട്ടനിലേക്ക് തിരിച്ചു പോകാതിരിക്കാനും ആവില്ല. സച്ചിയേട്ടനില്ലാതെ ഒരു ജീവിതം എനിക്കോ ഞാനില്ലാതെ സച്ചിയേട്ടനൊരു ജീവിതവും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എല്ലാ രീതിയിലും ഒരു ശാന്തമായിട്ടുള്ളൊരു പരിഹാരം എത്രയും വേഗം കണ്ടെത്തണമെന്ന് ചിന്തിച്ചുകൊണ്ട് എന്താണ് അതിനൊരു പരിഹാരം എന്ന് ആലോചിച്ച് അർച്ചന ഗൂഗിളിൻ്റെ സംസാരത്തിന് കാതുകൊടുത്തിരുന്നു.